എന്തൊക്കെയുണ്ട് വിശേഷം കുട്ടികളെ? സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. അപ്പോ നമുക്കൊന്ന് തുടക്കം തന്നെ വെളിച്ചെണ്ണ വറുക്കാം. ഇത് സാധാരണ നമ്മുടെ ബ്രാൻഡി കുപ്പിയാണ് കേട്ടോ. അതിൽ ഞാൻ ഒരു നോസിൽ നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടിട്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് അറിയാം നമ്മളെന്താ ചെയ്യുന്ന പതുക്കെ ഇതിനെ പൊന്നിട്ട് കൊടുക്കണം. ഈ നോസിലിട്ടിട്ടുണ്ടെങ്കിൽ കാര്യം ശരിയായി. നമ്മൾ ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ അത്. ഇതിലിനി കുറച്ചുകൂടി വെളിച്ചെണ്ണ ഉണ്ട്. ഇത് നമ്മുടെ അച്ഛനും അമ്മയും കടയിലത്തെ അവർ രണ്ടാളും കടയിൽ പോകുമ്പോഴേ അവിടെ കടയിൽ കുഞ്ഞു കുഞ്ഞു നാളികേരം നമുക്ക് വിറ്റ് പോവില്ല. അപ്പോൾ അത് വെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഉണക്കി ഇതാക്കും. അപ്പോൾ അവിടെ ഹോൾസെയിലായിട്ടല്ല കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളികേരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2-3 വലിയ ഇതിൻ്റെ ഇവിടെ പൂണിന്നാന്ന് തോന്നുന്നു പറയാം. വലിയ പൂണികളിലാക്കിയിട്ടാണ് വെളിച്ചെണ്ണ സംഭരിച്ച് വയ്ക്കുന്നത്. ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് ചേച്ചിക്കും അമ്മയ്ക്കും. നമ്മൾ 3 വീട്ടിലേക്ക് തന്നെയാണ് കൊടുത്തു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാമൻ്റെ അവിടേക്കൊക്കെ കൊടുത്തു വിടും. അതുപോലെ അമ്മ വെളിച്ചെണ്ണ ആക്കിയിട്ട്. അപ്പോൾ നല്ല വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് ഏകദേശം ഒരു 5-6 മാസത്തേക്ക് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെളുത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ 2 കുരുമുളകോ അല്ലെങ്കിൽ മറ്റൊരു മുളകോ ഇട്ടിട്ടുണ്ടെങ്കിൽ കാറിൽ അതൊക്കെയാണ് പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറ്. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ. സാമ്പാർ നല്ല വെച്ചത് ബാക്കിയിരിക്കുന്നതായിരുന്നു. സാമ്പാർ വെച്ച പിറ്റേ ദിവസം നമുക്ക് എന്തായിരിക്കും? ദോശയാണ്. അത് കാരണം കൊണ്ട് നമുക്കിന്ന് ദോശയാണ്. ദോശ നല്ല ദോശ, അമ്മ ചുട്ട ദോശ. ദോശ ഇഡലി ഉണ്ടാക്കാം. ഇവിടെ ഇഡലി അങ്ങനെ വലിയ കാര്യമായിട്ട് പോലില്ല. നല്ല മൊരിയിച്ച് നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുണ്ടെന്ന് നമ്മുടെ കൂടെ. നമുക്ക് ആൾക്കാണെങ്കിൽ നല്ല ചോറ്, മീൻ വറുത്തത്, ഇത്തിരി അച്ചാറ്, അതൊക്കെയാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ ഇത് കഴിപ്പിച്ച് കൊടുത്ത് നോക്കി വെക്കാം. പക്ഷെ ഭാഗ്യം ഇഷ്ടമാണ് ദോശയും ചമ്മന്തിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തട്ടുകട ദോശ. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നാളെയും കഴിഞ്ഞ് മറ്റന്നെയാണ് വിഷു ആയിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ കടയിലേക്ക് ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ആദ്യത്തെ ദോശ നന്നായി നെയ്യൊക്കെ ഒഴിച്ച് അത് ഞാൻ ചാപ്പിടുക എന്നുള്ളത് നമ്മുടെ വീട്ടിലത്തെ ഒരു ചടങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ ഇങ്ങനെ ചമ്മന്തി ഒന്നും കൂട്ടാതെ കഴിക്കണത്. അപ്പോൾ ഭാഗ്യന് ചെറിയൊരു ചുമയും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഭാഗ്യനൊന്ന് സെറ്റാക്കി കൊടുത്ത് ഭാഗ്യനോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പ്ലാനിങ് ഒക്കെ നടന്നത് ഈ ചതുരമേശയ്ക്ക് ചുറ്റുമാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞനായിട്ട് ഒരു റീൽ എടുക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ കേട്ടോ. അപ്പോൾ ഒരു ബ്ലൗസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മീഷോന്ന്. പക്ഷെ അത് പടച്ചട്ട പോലെ നിൽക്കുക. അതിലിങ്ങനെ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങിയാലോ റീലിന് വേണ്ടിയിട്ട്. ഒരു വിധത്തിൽ സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അൽത്തൂലത്ത് പരിപാടി എന്നാൽ മുഖത്താണുള്ളത്. നമ്മൾ ചില സൺസ്ക്രീനുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖം എന്താ കണ്ടോ ഈ കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഓയിലി ആവാറുണ്ട്. എൻ്റെ പൊതുവെ ഒരു ഓയിലി ഫേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഓയിൽനെസ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള സൺസ്ക്രീനുകളാണ് നമ്മൾ ഇടേണ്ടതായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. സൺസ്ക്രീനുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഗ്രീസി ആവാൻ പാടില്ല. മാത്രമല്ല ക്ലോക്സും പോസും ഒന്നും വരാൻ പാടില്ല. അതുമൂലം ഉണ്ടാവുന്ന ബ്രേക്സ് ഔട്ട് ഉണ്ടാവാൻ പാടില്ല അല്ലേ. അത് കാരണം കൊണ്ട് നമ്മൾ കണ്ടെത്തിയ പുതിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഡോക്ടർ ഷെറ്റ്സിന്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള സെറാമിഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് ഓയിൽ ഫ്രീ ടാൻ പ്രൊട്ടക്ഷൻ സ്പെഷ്യലി മെയ്ഡ് ഫോർ ഓയിലി സ്കിൻ എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ഓയിലി ആയതുകൊണ്ട് നല്ല ടാനൊക്കെ മാറിയിട്ടുള്ള നല്ല ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാൻ ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഈ ഡോക്ടർ ഷെറ്റ്സിന്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള സെറാമിഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇതിന് ഒരു ഓയിൽ ഫ്രീ ഫോർമുല ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കണില്ല, അതോടൊപ്പം തന്നെ ഡള്ളും ആക്കണില്ല. ഇതിനൊരു ലൈറ്റ് വെയിറ്റ് ഫോർമുലയാണ് കേട്ടോ. പിന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണില്ല. SPF 50 ഉണ്ട്. മാത്രമല്ല PA4+ ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് നല്ല പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട് കേട്ടോ. ആൻഡ് യെസ്, ഇൻ വിവോ ടെസ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബ്. സോ വെൻ ദേ സേ ഇറ്റ്സ് പ്രൊട്ടക്ട്സ് ആൻഡ് ഇറ്റ്സ് പ്രൂവൺ. ഗവൺമെന്റ് അപ്രൂവ്ഡ് ലാബുകളിൽ അംഗീകരിച്ചത് കൂടിയാണ്. കണ്ടോ ഇതൊട്ടും ഗ്രീസി അല്ല. നമ്മുടെ ടിഷ്യൂ പേപ്പർ പോലും അതിൽ ഇങ്ങനെ പറ്റി പിടിക്കണതൊന്നുമില്ല. അത് കാരണം നമുക്ക് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യുമ്പോൾ. ഇറ്റ്സ് പാക്ഡ് വിത്ത് ദി പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് എന്നാണ് പറയുന്നത്. സെറാമൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്കിൻ ബാരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വേരിയന്റുകൾ ഉണ്ട്. കേസർ കോഞ്ചിക് ആസിഡ് ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിന് ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് തന്നെയാണ് തരുന്നത്. കോഞ്ചിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കേസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു
ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഈ ഒരു ഓയിൽ ഫ്രീ സൺസ്ക്രീന് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ 32025 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് ഡോക്ടർ ഷെറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളിലും ഒക്കെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, ഇന്ന് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും പറയാറുള്ള എൻ്റെ ഡിറ്റോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാവരും പറയാറുണ്ട് ശ്രീജയുടെ ഫോട്ടോ സ്റ്റാർട്ടാണോ അപ്പുറത്ത് നിൽക്കണമെന്ന് ചോദിക്കാറുണ്ട്, ട്വിൻസ് ആണോ ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ഒരേ ചായയിൽ തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ, നമുക്ക് മുകളിൽ നിന്ന് പൊട്ടിച്ചേർക്കാം. അങ്ങനെ ഈ പൊട്ടി വീണ സംഭവമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ റീൽ വീഡിയോ കേട്ടോ. ഞങ്ങൾ മാലയിടുന്നു, വളയിടുന്നു, കണ്ണെഴുതുന്നു, പൊട്ടുകുത്തുന്നു ഒക്കെ ചെറുപ്പത്തിലത്തെ പോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി പിള്ളേരൊക്കെ ഇങ്ങനെ വളർന്നു എന്ന് വിശ്വസിക്കാനായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ രണ്ടാളും ഒരേ ചായ ഉണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടിൽ ആരും അങ്ങനെ അഭിപ്രായം പറയാറുമില്ല, നമുക്ക് അങ്ങനെ തോന്നാറുമില്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു സോങ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീലായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പൊതുവെ നമ്മുടെ ഡപ്പാങ്കൂത്താണ് ഇഷ്ടം, പക്ഷെ ഇന്ന് ഇത്തിരി ക്ലാസിക്കൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഇങ്ങനെയല്ല കേട്ടോ നമ്മുടെ റീൽ പിടുത്തം. നമ്മൾ ഇനി മറ്റേ ഡപ്പാങ്കൂത്ത് സ്റ്റൈലില്ലേ, ആ സ്റ്റൈലാണ് ഇവിടെ. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസിക്കൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിക്ക് പോയിട്ടുണ്ടായിരുന്നത്. സമയം എടുക്കും. അപ്പോൾ മറ്റേത് ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഈ ഡപ്പാങ്കൂത്ത് കളിക്കാനായിട്ട്. ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കും. അപ്പം നമ്മളപ്പം തന്നെ പഠിച്ച് ചെയ്യലാണ് പരിപാടി. അങ്ങനെ ഒരു റീലിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അതിന് നമുക്ക് മറ്റേ അതിനില്ലേ കുറച്ചധികം റീലുകളൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ ഒന്ന് ശക്തിപ്പെടാൻ തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെടികളൊന്നും വലിയ കാര്യമായിട്ട് നനയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല വെയിലല്ലേ, നമ്മുടെ അടീനീത്തുമൊക്കെ പൂ കുറവല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും എടുത്ത് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി മഴ ഗംഭീരമായിപ്പോൾ ഇതാ വീണ്ടും നമ്മളെടുത്ത് അതിനെ മുകളിലേക്ക് വെക്കുകയാണ്. ചെറിയൊരു എഡിറ്റിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കടയിലേക്ക് പോകുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് അധികം നേരം കടയിൽ നിൽക്കേണ്ട കാരണം കൊണ്ട് കുറച്ച് അധികം വൈകിട്ടാണ് നമ്മൾ കടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒന്ന് അടക്കി പറക്കി വെച്ചപ്പോഴേക്കും എന്താ മഴയൊക്കെ ഒന്ന് തോർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ കടയിൽ പോകാം കേട്ടോ. കടയിൽ പോണേക്കാളും മുന്നേ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മുടെ മണിക്കും പരിവാരങ്ങൾക്കും ഫുഡ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇളയമോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കാട്ടിൽ നിന്ന് ഇങ്ങനെ കോട പൊന്തുന്ന രീതിയിൽ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ പതുക്കെ മടങ്ങാണ്. നമ്മൾ വരുമ്പോൾ എന്തായാലും രാത്രിയാവും, ചുരുങ്ങിയത് ഒരു 12 മണിയെങ്കിലും ആവും. അപ്പോൾ നമുക്ക് ഇവരെ ഇങ്ങനെ അനാഥകളാക്കി വിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ട്. എങ്ങടെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി ബാഗിലാക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. ഇത് ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. പക്ഷെ ഒരാവശ്യവും വരാറില്ല. ഞാനത് ചിന്തിക്കാറുമില്ല കൂടിയില്ല അതിനെ പറ്റിയൊന്നും. മഴയൊക്കെ കുറച്ചേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചാറലൊന്നുമില്ല. പക്ഷെ ഒരു വർഷക്കാലത്തിൻ്റെ അന്തരീക്ഷമാണ്. വിഷു എന്താക്കാവോ. അപ്പം നമുക്ക് പതുക്കെ ബാക്കി എന്താ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പതുക്കെ കടയിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഇനി ഞങ്ങളുടെ ചർച്ചകളൊക്കെ ആയിരിക്കും കാറിലിരുന്ന് 1.5 മണിക്കൂർ നമുക്ക് ഇരിക്കാണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് എങ്ങനെ പോകും. വളരെ നല്ല വിശേഷം. രാവിലെ തന്നെ ഇങ്ങനെ പൊടിമഴ എന്ന് പറയും, ഇങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കാണ്. വല്ലൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നമുക്ക് തലൂരത്തെ കടയിലേക്ക് പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ പപ്പക്കായ തോട്ടം. 250 തൈ വെച്ചിട്ടുണ്ട്. ഒക്കെ പിടിച്ചിട്ടുണ്ട്. അത് പപ്പുചേട്ടൻ്റെ വീട്, സത്യേച്ചിയുടെ വീട്. ഈ ചേട്ടൻ എനിക്ക് ആരൊക്കെ കുറച്ച് ആൾക്കാർ എനിക്ക് ഇവിടെ അറിയും. ലളിതേച്ചിയുടെ വീട്, ശശിയേട്ടൻ്റെ വീട്. കുത്ത് കണ്ട വരണ്ട കുത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ വാഴ കേട്ടോ. നമുക്കിങ്ങനെ ആടിയൊലഞ്ഞ് പതുക്കെ നമ്മുടെ വല്ലൂരിലേക്ക് പോവാം. ശരിക്കും ഇത് കാണുമ്പോ ദേവി ശ്രീജ ഒരു കാട്ടിലാണോ? ഇതൊക്കെ പ്രൈവറ്റ് ഭൂമിയാണ് കേട്ടോ ഗൈസ്, നോട്ട് കാട്. ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഘോര വനാന്തരം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇവിടെ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. വൃക്ഷങ്ങളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പച്ചപ്പോടെ കൂടെ നിൽക്കും. അപ്പോൾ ചെറിയ കാടും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഒരുപാട് പേര് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയ്ക്കും ഭീകരമായ ഒരു കാടിന്റെ പ്രതീതി അനുഭവപ്പെടുന്നത്. ഇതാണ് ഞങ്ങളുടെ സുമതി വളവ്.
ഇവിടുത്തെ അയൽപ്പക്കാരൊന്നും കേക്കണ്ടെന്ന് വെച്ച്. ഇതൊരു പ്രത്യേകതര വളവാന്നേ. ഇതിനപ്പുറത്ത് നല്ല ആഴത്തിലുള്ള ഭൂമിയാ. അത് കാരണം എനിക്ക് ഇതിന് സുമതി വളവായിട്ടാ ഫീൽ ചെയ്യാറ്. പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പേരിടില്ലേ. അതായത് നമ്മളിപ്പോ ഞാൻ ബസ്സിൽ വരികയാണെങ്കിൽ ഞാൻ പറയും ഏട്ടനോട്, ഏട്ടാ ഞാൻ സുമതി വളവിന്റെ അവിടെ എത്തിയത്. നമ്മുടെ ഒരു എന്താ പറയട്ടെ പോയിന്റ് ആണല്ലോ അത്. നമ്മുടെ കോഡ് ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടേതായ ഒരു കൊച്ചു ലോകം നമുക്ക് ഉണ്ടാവൂലേ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സുമതി വളവും വന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒട്ടിച്ച ഫേക്ക് നെയിൽസ് ഉണ്ടല്ലോ, നല്ല ഭംഗിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ KMB വെജിറ്റബിൾസ് എത്തിയിട്ടുണ്ട്. കാടും മലകളും ഒക്കെ താണ്ടി നമ്മുടെ KMB വെജിറ്റബിൾസിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും ഓരോ ഭാഗത്ത് നിറച്ച് ചാക്കും കെട്ടുകളും അതുപോലെ തന്നെ ബാക്കി കുറച്ച് സെറ്റപ്പുകളൊക്കെ കാണാം. ഇതൊക്കെ ഓർഡർ പോകാനുള്ളതാണ് കേട്ടോ. നമ്മളിവിടെ ഹോൾസെയിൽ ബിസിനസ്സാണ് നടത്തുന്നത്. ശ്രീകുട്ടന്റെ ബൈബിളാണ് ഇപ്പോഴെത്തിയ. അപ്പോൾ വിചാരിക്കേണ്ട ഹോൾസെയിലായിട്ട് മാത്രമാണ് പച്ചക്കറി കിട്ടാന്ന്. അല്ല, റീറ്റെയിലായിട്ടും നമ്മൾ പച്ചക്കറി കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല വിഷുവിൻ്റെ തിരക്കിലാണ്. ഇന്നിപ്പോൾ ആരും കിട്ടാൻ വഴിയില്ല. ഭാഗ്യമൊക്കെ ചെന്നതും വന്നിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാണ് കേട്ടോ. കണിവെള്ളരി ഉണ്ടല്ലോ, അതാണല്ലോ നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റഴിക്കപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാണ്. അവിടെ ചേട്ടന്മാർ നമ്മുടെ വീടിൻ്റെ അല്ലല്ലോ, അവിടെ കടയുടെ മുകളിൽ പച്ച ഷീറ്റ് ഇടുന്ന തിരക്കിലാണ് കേട്ടോ. പച്ച ഷീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കുറവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച ഷീറ്റ് തുന്നി ഇങ്ങനെ മൊത്തം കടയുടെ മുകളിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഒട്ടും വെയിലുണ്ടാവില്ല. ഇത് നമ്മൾ ഹൈവേയോട് ചേർന്ന് തൊട്ടപ്പുറത്ത് വലിയ ടാറിട്ട ഹൈവേ റോഡാണ്. അപ്പോൾ നല്ല ടാറൊക്കെ ഇങ്ങനെ ഉരുകുന്ന, വെയിൽ മേടിക്കുമ്പോഴേ ഉരുകുന്ന ഒരു പ്രതീതി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പച്ച ഷീറ്റ് ഇടുന്നത് കേട്ടോ. അങ്ങനെ അമ്മ കുറച്ച് പയറും പരിപ്പും സാധനങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ കൊപ്രയാണ് നമ്മൾ ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കിച്ചൺ എന്ന് വെച്ചാൽ കുഞ്ഞൊരു മൂല നമ്മൾ കിച്ചണായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി കൂട്ടി അമ്മ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അമ്മേൻ്റെ വ്ളോഗിൽ കാണാമല്ലോ. അപ്പോൾ അവിടേക്കാണ് ഞാൻ ആദ്യം കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അമ്മേനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കുക്കിങ്ങിൽ നിന്ന്. അപ്പോൾ അമ്മ പയറുണ്ടല്ലോ, നമ്മുടെ പച്ചപ്പയർ ഉണക്ക ആവും. അത് അമ്മ അങ്ങനെ അമ്മയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉണക്കി സൂക്ഷിക്കും. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊപ്ര, നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ പറമ്പിലത്തെ തന്നെ വാഴയെന്ന് ഒടിച്ചിട്ടുണ്ടായിരുന്ന കൊപ്രകൾ തന്നെയാണ് നമ്മുടെ കടയിൽ കൊണ്ടുപോയിക്കാറുള്ളത്. നല്ല ചിലവാണ് കേട്ടോ. ഇവിടെ കൊപ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴക്കൊടപ്പൻ എന്ന് പറയും. നമ്മുടെ തൃശ്ശൂർ ഭാഷയിലാണ് എൻ്റെ കൊപ്ര എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും അത് പറയണമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വാഴക്കൊടപ്പനൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മുടെ പയർ കൂട്ടാൻ വെക്കുന്നത്. അത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അത് വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മിയും തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ പറയും, പിന്നെ ശ്രീകുട്ടനായി. ശ്രീകുട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കതും നമ്മുടെ തലൂരത്തെ പഴയ വീടിൻ്റെ അവിടുത്തെ അപ്പൂൻ്റെയും ചേട്ടന്മാരും ഉണ്ണിക്കുട്ടന്മാരും ഒക്കെ കൂടെ കളിക്കാനാണ് പോവുക. അതിന് വേണ്ടിയിട്ടാണ് അവൻ വരുന്നത് പോലും. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ കൊണ്ടാക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. അമ്മ ഇവിടെ വലിയ ഈ ഒരു കളത്തിൽ 2 വട്ടമായിട്ടാണ് കഞ്ഞി വെക്കാറുള്ളത്. കഞ്ഞി ചേച്ചാൽ കഞ്ഞിയും വെക്കും, പിന്നെ ചോറും വെക്കും. അമ്മ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ. നമുക്ക് എന്നും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. പിന്നെ ഇവിടെ ചേട്ടന്മാർക്ക് അത് ഇഷ്ടമല്ല. അത് കാരണമാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എഗെയിൻ വീട് നല്ലോടെ പറയുന്നത്. വീട്ടിലല്ല, നമ്മുടെ കടയിൽ. പണ്ട് നമ്മൾ തലൂര് ഇവിടെ റെന്റിന് താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ വല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ ഒരു ഡ്യൂട്ടി എൻ്റെ ആയിരുന്നു. ഞാൻ പിന്നെ പതുക്കെ അവിടേക്ക് മൂവ് ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങനെ കൊണ്ടുവരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് അമ്മ ഈ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പേരി കൂട്ടാൻ അവിടെ റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്നത് പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാരെ എടുത്ത് ഉപയോഗിച്ച് അതിൻ്റെ പരിപ്പിളക്കുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അമ്മയ്ക്ക് ഈ പഴയ പാത്രങ്ങളിൽ കുക്ക് ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ റവ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറികൾക്ക് ഇവിടെ ഒരു ക്ഷാമമില്ലല്ലോ. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും വലിപ്പമുള്ള പച്ചക്കറികൾ കൊണ്ടുവന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ബീൻസും ഒക്കെയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല കുഞ്ഞുള്ളി, നല്ല വലിപ്പമുള്ളത് കിട്ടും, നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളത്. അത് ഏറ്റവും വലുത് ഞാൻ പറക്കി കൊണ്ട് വന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരടപ്പത്ത് നമ്മുടെ ഈ ഒരു പച്ചക്കറികൾ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ളത് വേവുണ്ട്. ഇപ്പുറത്തെ അടപ്പത്ത് നമ്മുടെ ഇഞ്ചി നമ്മൾ കൂട്ടാൻ കാച്ചുമല്ലോ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ. അങ്ങനെയാണ് നമ്മൾ കൂട്ടാൻ കാച്ചി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഇഞ്ചി അല്ലാതെ വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ നന്നായി അടിച്ച് നല്ല നാടൻ പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ച് വെച്ച നമ്മുടെ വൻപയറും അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ വാഴക്കൊടപ്പൻ്റെ പൂവിൻ്റെ ആ ഒരു സംഭവവും അതിലൊക്കെ ഇട്ട് ഉപ്പിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അമ്മ. ഇനി ആ വാഴക്കൊടപ്പനൊന്നും വെന്താൽ മതി, പയർ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അമ്മ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് പതിവ് കേട്ടോ. അതായത്
എല്ലാം വഴട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ച നമ്മുടെ റവ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് തിളച്ച വെള്ളം ആ റവയോടൊപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം നല്ല രീതിയിലും നല്ല മയത്തിലും ഉപ്പുമാവ് ഉണ്ടാവും എന്നാണ് ആൾ പറയുന്നത്. അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വരുന്നുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് സാമ്പാറും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അച്ചാറുണ്ടാവും, പിന്നെ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാവും, പിന്നെ ഉപ്പേരി ഉണ്ടാവും. അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ കഞ്ഞിക്കും അതുപോലെ തന്നെ ചായയോട് കൂടിയിട്ടുള്ള ഉപ്പുമാവും. കാലത്തെ കഞ്ഞി ഫിനിഷ്. കാലത്തെ കഞ്ഞി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കി, ഉപ്പേരി വെച്ചു, വാഴക്കൊപ്രയും പയറുപ്പേരി വെച്ചു, അച്ചാറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് എന്നിട്ട് മെനു അമ്മ? ഉച്ചയ്ക്ക് സാമ്പാറും മീൻ വറുത്തതും അച്ചാറും ഉപ്പേരിയൊക്കെ ഉണ്ടാവും. അത്ര ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം. വിഷുവിൻ്റെ തിരക്കിൽ നമ്മുടെ സ്ഥിരം ചേട്ടന്മാരൊഴികെ ഉണ്ണിക്കൂട്ടന്മാർ വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണ്ണിക്കൂട്ടന്മാരെ അല്ലേ. അപ്പോൾ പിള്ളേരാണ് ഓണം വിഷു ഒക്കെ വരുമ്പോൾ മാമനെ സഹായിക്കാനായിട്ട് എത്തുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാളും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് കാരണം കൊണ്ട് ആ ഒരു റഷ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഈ സമയത്ത് ഇപ്പോൾ അവർ ഒഴിവല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഹയർ ചെയ്യും കേട്ടോ. ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പിള്ളേർ മിക്കതും ഇപ്പോൾ അവർ വലുതായി പിന്നെ അവർ തന്നെയാണ് വരാറുള്ളത്. ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ 3-4 ദിവസത്തിനൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. ഈ നാളത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള വാഴക്കുല ശേഖരണത്തിലാന്ന് തോന്നുന്നു ഭാഗ്യൻ. ഇതൊക്കെ നമുക്ക് പല പല നമ്മുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലോ ഉള്ള തോട്ടങ്ങളിലെ കായകൾ നമ്മളെ വിളിച്ചു ചോദിക്കും. വില ഒക്കെ ചോദിച്ച് നമ്മുടെ ഇവിടേക്ക് കൊണ്ടുതരികയാണ് പതിവ്. മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണേക്കാൾ എളുപ്പമാണല്ലോ നമ്മുടെ ഇവിടെ തലൂരിക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ. പിന്നെ ഭാഗ്യനൊരു കർഷകനായ കാരണം കൊണ്ട് നല്ല രീതിയിലുള്ള വില കൊടുത്ത് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിമാരും അതുപോലെ തന്നെ സുജിയും രതീഷും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ഇത് കട്ടിച്ചിറക്കിൻ്റെ ഒരു ഏരിയ ആണടാ. ഇവിടെയാണ് നമ്മൾ കൂടുതലും കേബേജ്, ക്യാരറ്റ്, കട്ടിച്ചിരക്കുകൾ ഉണ്ടല്ലോ, ചേന, ചേമ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടിടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ശ്രീകൂട്ടം വന്നിട്ട് കോഫി, പുതിയ പുതിയ ഐറ്റംസ് ബേക്കറിയിൽ വരുമ്പോൾ ആളാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾ എങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ കോൾഡ് കോഫിയാണ് കഴിക്കണത് കേട്ടോ. എന്നിട്ട് എന്നോട് പറയണേ, അമ്മ ഇതമ്മ കാപ്പി തണുപ്പിച്ച പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവനും ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരലും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന് കാണലും. പിന്നെ അവനും വലുതായില്ലോ. അവൻ വളരെ ചെറുപ്പത്തിൽ കടയുമായിട്ട് ശ്രീകുട്ടൻ ജനിക്കുമ്പോഴേ നമുക്ക് ഷോപ്പുണ്ട്. ശ്രീകുട്ടന് 7 മാസം അമ്മയുടെ വയറ്റിൽ, അതായത് എൻ്റെ വയറ്റിലുള്ളപ്പോഴാണ് നമ്മൾ കട തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടേ അവൻ കാണുന്നതാണ്. അപ്പോൾ അവനോടൊപ്പം തന്നെ നമ്മുടെ കടയും ഇങ്ങനെ വലുതായി വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കായ നമ്മൾ കൂട് വയ്ക്കാൻ പോവാണ്. നാളേക്ക് നമുക്ക് പഴം വേണമല്ലോ. നാളേക്കല്ല മറ്റന്നാളേക്ക് നമുക്ക് പഴം വേണം. അപ്പോൾ നാളെ എല്ലാ സാധനങ്ങളും മേടിക്കുന്നതിൻ്റെ ഒപ്പമായിട്ട് പഴം എല്ലാം നാളെ തന്നെയാണ് വിറ്റ് പോണത്. അപ്പോൾ അത് നമ്മൾ കൂട് വയ്ക്കുക എന്ന് പറയും, പഴുപ്പിച്ചെടുക്കുക എന്ന് പറയും. മാമനും പിള്ളേരും ഒക്കെ നല്ല പണികളാണ്. ഇതാണ് നമ്മുടെ ബേക്കറി എന്ന് പറയുന്നത്. ബേക്കറിയിൽ ആണ് ഞാൻ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യാറ്. ഇപ്പം അങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ബേക്കറി കൈകാര്യം ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇത് കരി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളരിയും സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അയ്യപ്പന്മാർ അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പേര് നമ്മുടെ കടയിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നെന്തോ അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശബരിമലയിൽ. പിന്നെ നമുക്ക് പലചരക്ക് സെക്ഷൻ ഉണ്ട്. പലചരക്ക് സെക്ഷനിലേക്ക് ചേട്ടന്മാർ തലേദിവസം ആകുമ്പോൾ സ്റ്റോക്ക് ഇറക്കാൻ വരുമല്ലോ. വിഷു എന്ന് പറയുന്നത് എല്ലാവർക്കും, എസ്പെഷ്യലി പച്ചക്കറി കടക്കാർക്ക് അവരുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുറച്ച് ബിസിനസ് നടക്കുന്ന സമയമാണ് വിഷു, ഓണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും പച്ചക്കറി ടീംസ് ആയാലും ഫ്രൂട്ട്സ് ടീംസ് ആയാലും ബേക്കറിക്കുള്ള ആൾക്കാരായാലും അതുപോലെ തന്നെ പലചരക്ക് കടക്കാരും എല്ലാവരും സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഞാനും ഭാഗ്യം ഒറ്റയ്ക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും അവരുടേതായ തിരക്കിലാണ്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് കേട്ടോ. കൂട് വെക്കുന്ന ആള് അമ്മയാന്ന് തോന്നുന്നു. അമ്മ എനിക്ക് അറിയുന്നേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അമ്മയ്ക്ക് അറിയാം കേട്ടോ. അമ്മ എന്നെക്കാളും കൂടുതലായില്ലേ കട മാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മ കാലത്ത് ഒരു 6 മണിയാകുമ്പോൾ കടയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരക്കില്ലാത്ത ദിവസങ്ങൾ 2 മണി 3 മണിയാകുമ്പോൾ പോവും, അല്ലെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോഴാണ് അമ്മ പോകാറുള്ളത് കേട്ടോ. ഇപ്പോൾ മണ്ണമ്പട്ടയ്ക്ക് പോകുന്ന ആ ഒരു ശീലം അങ്ങോട്ട് മറന്നു. അമ്മ ഇപ്പോൾ തലൂരൊക്കെ പോവാ. ഇവിടെ നിന്ന് ഇച്ചിരി ഉള്ളൂ തലൂരിക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ സാമ്പാർ വെക്കുകയാണ്. സാമ്പാർ വെക്കാനായിട്ടുള്ള പാത്രം അവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അവിടെ ചെന്ന് പെരുമാറിയപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം പരിപ്പ് വേവിച്ചു, പിന്നെ കഷ്ണങ്ങളിട്ട് വേവിച്ചു. പിന്നെ നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് വെക്കാറ്. നാളികേരം, അതിൽ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കുറച്ച് കായത്തിൻ്റെ പൊടി, സാമ്പാർ പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നെ അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തു. പിന്നെ വേറൊരു വെളിച്ചെണ്ണ വെച്ചിട്ട് തക്കാളി വെണ്ടക്കായി നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തു. അത് അതിലേക്ക് ഇട്ടു. പിന്നെ ആ ഒരു മൊത്തം സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ പച്ചക്കറിയും വേറെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്ഛൻ മാങ്ങയുമായി വന്നത്.
അച്ഛൻ നല്ല നാട്ടുപാത കൊണ്ടുവന്നിട്ടുണ്ട് താടിയൊക്കെ നരച്ചിരിക്കുന്നു. ഓ എന്തൊരു മണം മണത്തോക്കി ഇല്ലല്ലേ. എന്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി വെക്കുന്ന മാങ്ങ ഇതെവിടെ കിട്ടിയ ഈ മാങ്ങയുടെ മണം ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ് കേട്ടോ. പഴയ രസം. ആ ചോദിച്ചാറ്റം വന്നില്ല ഇതിന്റെ രസം അറിയണവർക്കത് പറഞ്ഞിട്ട് കാര്യമോ? ഞാൻ ആദ്യം ഇവിടെ പാസ്കർനാര പറമ്പിൽ കുഴിയിൽ ഉണ്ടാവില്ലേ അതുപോലത്തെ വാങ്ങിയത്. അച്ഛൻ്റെ കാലുമ്മ അപകടം പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛൻ ഇപ്പോഴാണ് നമ്മുടെ വിഷുവിൻ്റെ അടുത്ത് ആണ് നമ്മൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത്. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു തക്കാളിയും പിന്നെ വെണ്ടക്കായയിലേക്ക് ഇട്ടിട്ട് കൊടുത്തു. പിന്നെ ഇനി കാച്ചണ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഞാൻ പറയായിരുന്നു അമ്മയോട്, അമ്മ ഇത് ദയനീയാവസ്ഥയിലായിരുന്നു. അപ്പം അമ്മ പറയും ഇത് മതി എന്ന്. പുതിയ പാത്രങ്ങൾ എന്തോരം കൊടുത്തു വിട്ടാലും ചേച്ചിമാരുടെ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യും, ശ്രീ പുതിയ പാത്രങ്ങൾ കൊടുത്തു വിടുമെന്ന്. എന്നാലും അമ്മ പഴയ പാത്രങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളാണ് കേട്ടോ. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, ആ ഒരു രീതിയിൽ നിന്ന് മാറ്റാൻ എന്തോരം നമ്മൾ ശ്രമിച്ചാൽ അവർ മാറില്ല. അമ്മ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു മീൻ വറുത്തതും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും തിരക്കാണേ, നമുക്കും തിരക്കാണ്. പിന്നെ കാലത്ത് വെച്ച ഉപ്പേരിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. കല്യാണ രാമനിൽ ചോദിക്കുന്ന പോലെ ഇതെന്താ എത്ര സ്പെഷ്യൽ സാമ്പാറിന് താടിയും മീശ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടാകുന്നത്. എന്നാലും അവരുടെ മാള് വെച്ച ഇതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത്രയധികം പുകഴ്ത്തലും അംഗീകാരമൊക്കെ തന്നിട്ടുണ്ടാവുക കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കായപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. ചേച്ചിമാരുടെ കൂടെ ഞാനും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാനും ഇവരുടെ കൂടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത് കേട്ടോ. അച്ചാറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും പണിക്കിറങ്ങാം. ഊണൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കറികളൊക്കെ ഇത്തിരി അധികം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർക്ക് വൈകുന്നേരം ചോറ് മാത്രം വെച്ചിട്ടാണ് അമ്മ പോകാറുള്ളത്. അവർ പിന്നെ മുട്ട പൊരിക്കുക അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വൈകുന്നേരത്തെ ഊണ് അവർ തന്നെയാണ് സെറ്റാക്കാറുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച കറികളും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് കുറച്ച് അൽത്തുകൊലത്തെ പരിപാടികളൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ തുടരാമെന്ന് വിചാരിച്ചു. വയ്യാണ്ടായി കാലത്ത് തൊട്ട് തുടങ്ങിയതാ. അടിപൊളി സാമ്പാർ, അടിപൊളി മീൻ വറുത്തത്. ഇവിടെ കാലത്ത് ഉണ്ടാകുന്നൊരു തിരക്ക് എന്ന് പറയുന്നത് ഹോൾസെയിൽ ബില്ലുകാരുടെ ആയിരിക്കും. കാറ്ററിംഗ് സർവീസ്, ഹോട്ടലുകൾ, അതുപോലെ തന്നെ പിന്നെ വലിയ വലിയ നമ്മളെന്താ പറയുക ഫാമുകൾ, പിന്നെ കടകൾ, മെയിനായിട്ട് കടകളിലേക്ക്, വേറെ പച്ചക്കറി ഷോപ്പുകളിലേക്ക്, റീറ്റെയിൽ ഷോപ്പുകളിലേക്കുള്ള അങ്ങനെ തിരക്കുകളൊക്കെ ആവട്ടോ. അതൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ റീറ്റെയിൽ സെക്ഷനിലേക്ക് ഇങ്ങോട്ട് കയറും. റീറ്റെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹോൾസെയിൽ സെക്ഷനോട് മാറി ഫ്രണ്ടിലേക്ക് മെയിൻ റോഡിനോട് തൊട്ടടുത്ത് വരുന്ന ഈ ഒരു സെക്ഷനാണ് കേട്ടോ. ഇതിങ്ങനെ നീണ്ടു അങ്ങോട്ട് കിടക്കാണ്. ഇതിലിങ്ങനെ പച്ചക്കറികൾ നല്ല ഭംഗിയിൽ അടക്കി വെക്കലാണ് ഉച്ച കഴിഞ്ഞ ചേട്ടന്മാരുടെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ സുജി ഉണ്ട് അവിടെ, അത് കഴിഞ്ഞ് പിന്നിൽ ഇതാ റപ്പായേട്ടൻ നിൽക്കുന്നു, പിന്നെ രതീഷ് നിൽക്കുന്നു. അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ അപ്സു എന്ന് പറയുന്നത്. അപ്സു ആണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും പൈസപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അപ്സു ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അഫ്സൽ എന്നാണ് പേര് കേട്ടോ. അഫ്സലിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ ഇവിടെയാണ്. അഫ്സലും രതീഷും റപ്പായേട്ടനും ഒക്കെ കുറേ നാളായി. സുജിയാണ് ഇപ്പോൾ 1 വർഷം ആവണുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഒരുപാട് നാളായിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ കച്ചവട തിരക്കിലാണ്.
ഇവിടെ നിന്ന് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കില്ല. കാരണം തൊട്ടപ്പുറത്ത് നമ്മുടെ ഹൈവേ ആണ്. അതായത് ബൈപ്പാസ് ഒല്ലൂർ ഹൈവേ ആണ്. അങ്ങനെ ഭാഗ്യനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാളത്തെ പ്ലാനിങ്ങുകളൊക്കെ പറഞ്ഞപ്പോൾ ഭാഗ്യം പറയാണ് നാളെ മോൻ ക്യാഷിലിരിക്കണം, നല്ല തിരക്കായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് ഭാഗ്യം തീരുമാനിച്ചത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് പച്ചക്കറി കൊണ്ടു കൊടുക്കുന്ന ചടങ്ങുണ്ട് തലേദിവസങ്ങളിലായിട്ട്. തലേദിവസത്തിൻ്റെ മുന്നേ നമ്മൾ കൊണ്ടു കൊടുക്കും. തലേദിവസം അവർ വേറെ മേടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കിറ്റുമായിട്ട് ഭാഗ്യം പോകാൻ നിൽക്കുകയാണ്. അപ്പം എന്നോട് വരാൻ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ വാഴ വെച്ചിട്ടുള്ളത് അജയേട്ടൻ്റെ സ്ഥലത്താണ്. അജയേട്ടൻ്റെ സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് അജയേട്ടൻ്റെ സ്ഥലത്ത് വാഴ വെച്ചപ്പോൾ അജയേട്ടനെ കാണാൻ പോണതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫോളോവേഴ്സും ഒക്കെ വരാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറയുമ്പോഴേക്കും അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞങ്ങൾ സ്റ്റെക്കായി പോകും. ഇപ്പോഴും എന്തോ പറയാം അവരുടെ അടുത്ത്. അവരെന്നെ കുറേ നാളായി കാണുന്ന ആൾക്കാരായതുകൊണ്ട് കുറേ വിശേഷങ്ങൾ അവർക്ക് അറിയാം. പക്ഷെ എനിക്ക് നിങ്ങളെക്കുറിച്ച് അങ്ങനെ അറിയില്ലല്ലോടാ. അപ്പോൾ ഞാൻ എന്ത് ചോദിക്കണം എന്നുള്ളൊരു സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ലക്ഷ്മിയുടെ അടുത്ത് പോയി. ലക്ഷ്മി അവിടെ ബേക്കറിയിൽ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. കട ഒരുക്കുന്ന തിരക്കിലായിരുന്നു ആള്. അതായത് വാട്ടർ ബോട്ടിൽസ് വെക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഇവിടെയാണ് കേട്ടോ ലക്ഷ്മീനെ ഹെൽപ്പ് ചെയ്താണ് നിൽക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ ബേക്കറിയിലേക്കാളും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ പച്ചക്കറി സെക്ഷനിലാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് കുറേ വിശേഷങ്ങളും അന്നത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കവേ ഈ വെള്ളം കുപ്പി വെക്കാനൊക്കെ ഞാൻ സഹായിച്ചു. അതിനിടയിൽ കസ്റ്റമേഴ്സ് വന്നു പോവും. ലക്ഷ്മി എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പ് തുടങ്ങി 1.5 വർഷം കഴിഞ്ഞപ്പോൾ ബേക്കറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടേയുള്ള ഒരു ഒരു നമ്മുടെ കൂടെ പോലെ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിലൊരാളാണ് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നത്. ലക്ഷ്മിയുടെ ഒപ്പം തന്നെ വേറൊരു കസിനൊക്കെ ഉണ്ടായിരുന്നു. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതാണ് കേട്ടോ. ലക്ഷ്മി നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്താണ് മാറി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലക്ഷ്മി വീണ്ടും തിരിച്ചു വന്നു. പിന്നെ നമ്മളെല്ലാവരും പഴയ പോലെയായി. അപ്പോൾ ഇതാണ് ബേക്കറി വിശേഷങ്ങൾ. അടുത്തതായതാ നമ്മുടെ റപ്പായേട്ടൻ. റപ്പായേട്ടൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കുറേ നാളായിട്ട് നമ്മൾ തുടക്കം മുതൽ റപ്പായേട്ടനാണ് ഏറ്റവും സീനിയർ സ്റ്റാഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ഇങ്ങനൊരു ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തീരുമാനിച്ച അന്നോട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ് റപ്പായേട്ടൻ. റപ്പായേട്ടനും ബേബിയേച്ചി ഇപ്പം ഇല്ല. ബേബിയേച്ചി നമ്മുടെ കൂടെ ഇല്ല. ബേബിയേച്ചി പോയി. ഇപ്പോൾ റപ്പായേട്ടൻ തനിച്ചാണ് സത്യം പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫുഡൊക്കെ നമ്മുടെ കടയിൽ നിന്ന് കഴിച്ച് ആളും ഇങ്ങനെ എൻജോയ് ചെയ്ത് പിള്ളേരോടൊപ്പമൊക്കെ ഇങ്ങനെ ആടിപ്പാടി ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. കടയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ 2 കുട വെച്ചിട്ടുണ്ട്. നല്ല ഗംഭീര വെയിൽ വരും ഇവിടെ. അപ്പോൾ കസ്റ്റമേഴ്സിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പച്ചനെറ്റ് അവിടെ ചുരുട്ടി വെച്ച് നോക്കണ കണ്ട അത് മൊത്തത്തിൽ മൂടിയിടും. അല്ലെങ്കിൽ പഴങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറാവും വൈകുന്നേരം ആകുമ്പോഴേക്കും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നനച്ചിടും. പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനച്ചിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇങ്ങനെ അടിച്ചു വാരി ഇടും കേട്ടോ. ഇവിടുത്തെ ജോലിക്കാർക്ക് പെണ്ണുങ്ങൾ ആണുങ്ങൾ എന്നുള്ള വകതിരിവൊന്നുമില്ല. എല്ലാവരും എല്ലാ ജോലി എടുക്കും. കൂട്ടിയെ കൂടുന്ന ചാക്കാണെന്നുണ്ടെങ്കിൽ ചേച്ചിമാരെടുക്കും. ബിന്ദേച്ചി വാസന്തേച്ചി ഒക്കെ ഉണ്ട്. വാസന്തേച്ചിയൊക്കെ എബോവ് 60 ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷെ നല്ല ഉണർവോടെ കൂടെ അവർ പണിയെടുക്കുന്നത് കാണുമ്പോഴേ നമുക്കും അങ്ങനെ മടിയൊന്നും ഫീൽ ചെയ്യില്ല. ബിന്ദേച്ചി 2-3 വർഷമായിട്ടുള്ള സ്റ്റാഫൊക്കെയാണ്. രതീഷൊക്കെ എനിക്ക് തോന്നുന്നു 10-11 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ളതാണ്. പാലക്കാടാണ് എല്ലാവരും വീടുന്നുണ്ടെങ്കിലും എല്ലാവരും താമസിക്കുന്നത് നമ്മുടെ കടയിൽ ചെറിയൊരു ഷോപ്പും ചെറിയൊരു റൂമും അതുപോലെയുള്ള സെറ്റപ്പുകളും ബാത്റൂം ഫെസിലിറ്റി ഒക്കെ അവർക്കുണ്ട്. അവർക്ക് മാത്രമായിട്ടുണ്ട്. അവിടെയാണ് അവർ കിടക്കുന്നതും. പിന്നെ കടയുടെ ഉള്ളിലൊക്കെ കാണാൻ 24 മണിക്കൂറും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഈ കടയാണ് സത്യം പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ അവരുടെ ലോകം എന്ന് പറയുന്നത്. ആ 2 ദിവസത്തിനുള്ളിൽ എത്ര അധികം ആൾക്കാരാണെന്നറിയോ നമ്മളെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത്. ശ്രീജയല്ലേ ഭാഗ്യനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ പോകുമ്പോൾ എല്ലാവരും വണ്ടി നിർത്തി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നിയിട്ടാ നിങ്ങളങ്ങനെ വന്നപ്പോൾ. നമ്മുടെ വീട് എന്ന് പറയുന്നത് കടയുടെ മുകളിൽ കണ്ട കുറേ ചേട്ടന്മാർ നിൽക്കണത്. അവർ പച്ച ഷീറ്റ് നേരത്തെ തുന്നിയില്ലേ അത് അതിൻ്റെ മുകളിൽ വിരിക്കുകയാണ് ചൂട് കുറയാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ ദീപ്തി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അതിന് നേരെ
നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു KMB വെജിറ്റബിൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മളിവിടെ ഉണ്ട്. വെജിറ്റബിൾസ് മാത്രമല്ല, പിന്നെ നമ്മളതിൽ ഫ്രൂട്ട്സും പലചരക്കും ബേക്കറിയും ഒക്കെ നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടാവുന്ന രീതിയിൽ ഭാഗ്യൻ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ, ഭാഗ്യൻ എല്ലാവരും വെയിലൊക്കെ ഒന്ന് ആറി നമ്മളൊന്ന് തിരക്കൊക്കെ എന്നൊന്ന് ശമിച്ച് നിൽക്കുന്ന സമയത്താണ് ഭാഗ്യം പറഞ്ഞത്, വായോ നമുക്ക് പച്ചക്കറി കൊണ്ട് അജയേട്ടനെ കാണാൻ പോവാന്ന്. അജയേട്ടനായിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നെ പങ്കുവയ്ക്കാം കേട്ടോ. സോറി, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതിൻ്റെയാണ് സെറ്റ്. ശ്രീകുട്ടൻ അപ്പൂൻ്റെ കൂടെ ഉണ്ടാക്കി ബിന്ദിച്ചിട്ട് എടുത്ത് ഇവിടുന്ന് വാഴത്തോപ്പിലോട്ട് പോവാം. വാഴപ്പൂങ്കിളികൾ ഒരു പിടി ഞാൻ കൊണ്ടു. ചിയാരം ചീരാച്ചി വളവിൽ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അതാണ് ആലൊക്കെ കാണുന്നത്. ആ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളുടെ വാഴത്തോട്ടുള്ളത്. വിശാലമായ 10,000-3000 വാഴകൾ അവിടെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് കാണാം. ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട് കേട്ടോ. അതാണ് അടിയിൽ കൂടെയുള്ള ആ ഒരു കറുത്ത കളറിലുള്ള വയറുകൾ കാണുന്നില്ലേ? ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ നിങ്ങൾ കണ്ടോ? അങ്ങനെ വെള്ളം ഇങ്ങനെ പോണുണ്ടോ? അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാൽവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ടാകുന്നത്. മാത്രമല്ല ഇവിടുത്തെ വാഴകളൊക്കെ കുറച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് 2-3 വാഴക്കൊടപ്പൻ അജയേട്ടന് കൊടുക്കാൻ വേണ്ടി വെക്കും വേണം. നമ്മൾ കണിയിൽ നല്ല ഭംഗിയിൽ വർണ്ണശബളമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്കത് കഴിക്കുകയും ചെയ്യാലോ, ഭയങ്കര ഹെൽത്തി അല്ലേ. വാഴക്കൊല, കുഞ്ഞു കൊലകളാണ് അവിടുത്തെ. എനിക്ക് ആകെ കൂടി നേന്ത്രവാഴ എന്നുള്ള ഒരു കാറ്റഗറി മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഭാഗ്യൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ഇതിൽ ഒരുപാട് വേറെ സൈസുകളുണ്ട്. ഇതിൻ്റെ കൊലയ്ക്കുന്ന ടൈമൊക്കെ അനുസരിച്ച് വേറെ വേറെ തേനി, പുളിയങ്കോടൻ, ചെങ്ങാലിക്കോടൻ, രാജപാളയം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് നേന്ത്രക്കൊലകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വാഴക്കൊടപ്പൻ പെട്ടെന്ന് തന്നെ ഒടിച്ച് കളയും അവർ. കാരണം അതിലേക്ക് കൂടുതൽ എനർജി പോവാതെ നമ്മുടെ കൊല നല്ല രീതിയിൽ വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒടിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊലകൾ ഉള്ളിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴക്കൊടപ്പൻ എടുപ്പിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ആ കാറിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് കണ്ണാണ്ട കുറച്ച് ഷോർട്ടാന്ന് വിചാരിച്ച്. എനിൻ്റെ ഗൈസ് ഇതിലൊരു ഗുണം വെച്ചാൽ നമുക്ക് സമയലാഭമുണ്ട്, പൊല്യൂഷനില്ല, പിന്നെ എവിടെ വെച്ച് തേക്കാം. നമുക്ക് വീട്ടിൽ തേക്കുന്ന നഷ്ടമാണ്, ഒന്നിച്ചുണ്ടെങ്കിൽ ഇത് ചൂടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മുടെ അടുപ്പ് പോലെ തന്നെ ഓഫ് ചെയ്തിപ്പോ ഇപ്പൊ ഓണാക്കി എന്നിട്ട് ഗ്യാസ് പുറത്തേക്ക് വരുമ്പോ തീ നമ്മൾ കൊടുത്തു. അപ്പൊ ഉള്ളിൽ ഇപ്പൊ ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ചൂടാണ്. ഈ ഒരു പരിപാടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അയൺ ചെയ്യുന്നത്. ആ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ അയൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നേരം ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞു തന്നപ്പോഴേക്കും ചേച്ചിയും ചേച്ചിയും ആ ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരോട് വർത്താനം പറഞ്ഞു ഒരു 4 മണിക്കൂർ അവിടെ ഇരുന്നു. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ കുറേ സമയം ആ ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. ആ ചേട്ടനായിട്ട് വർത്താനം വന്നിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഒരു ദിവസം ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.